ഒരിക്കൽ ശന്തനു മഹാരാജാവ് നായാട്ടിനായി യമുനാ നദിക്കരയിലെത്തി. നായാട്ടിനിടയിലുള്ള ഒരു ഇടവേളയിൽ അദ്ദേഹം വനഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസരത്തിൽ തനിക്ക് ചുറ്റും കസ്തൂരി ഗന്ധം വ്യാപിക്കുന്നതായിട്ട് ശന്തനുവിന് തോന്നി. അതിന്റെ ഉദ്ഭവസ്ഥാനം തേടിയ രാജാവ് ചെന്നെത്തിയത് നദിക്കരയിൽ കടത്തുവള്ളം തുഴയുന്ന ഒരു സുന്ദരിയായ യുവതിയുടെ അടുത്താണ്. അവളിൽ നിന്നായിരുന്നു ആ കസ്തൂരിഗന്ധം ഉയർന്നിരുന്നത്. തന്നെ കുറിച്ച് തിരക്കിയ രാജാവിനോട് ആ യുവതി പറഞ്ഞു, മഹാരാജാവേ, സത്യവതി എന്നാണ് എൻ്റെ പേര്. മുക്കൂരുടെ തലവനാണ് എൻ്റെ പിതാവ്. അദ്ദേഹം സ്ഥലത്തില്ലാത്തപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഞാനാണ് കടത്തുവള്ളം തുഴയുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ സത്യവതിയെ വളരെയേറെ ഇഷ്ടപ്പെട്ട രാജാവ് അവളെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അദ്ദേഹം മുക്കുവിനെ സമീപിച്ച് തന്റെ ആഗ്രഹം അറിയിച്ചു. ശന്തനു മഹാരാജാവിന്റെ ആവശ്യത്തോട് ബുദ്ധിമാനായ മുക്കുവൻ വളരെ തന്ത്രപൂർവ്വമാണ് പ്രതികരിച്ചത്. മഹാരാജാവേ, സത്യവതിയെ വിവാഹം ചെയ്യണമെന്നുള്ള അങ്ങയുടെ ആഗ്രഹം എന്നെ വളരെയേറെ ആഹ്ലാദവാനാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മകളുടെ ഭാവിയിൽ ഞാൻ അങ്ങേയറ്റം ആകാംക്ഷയുള്ളവനാണ്. അതുകൊണ്ട് അവൾക്ക് ജനിക്കുന്ന പുത്രൻ അങ്ങേക്ക് ശേഷം രാജാവായി തീരും എന്നുള്ളൊരു ഉറപ്പ് അങ്ങനെക്ക് തന്നാൽ മാത്രമാണ് ഈ വിവാഹം സാധ്യമാകൂ എന്ന് മുക്കുവൻ വളരെ വിനയപുരസ്സരം രാജാവിനോട് പറഞ്ഞു. മുക്കുവന്റെ നിബന്ധന മഹാരാജാവിനെ ആകെ ചിന്താവിഷ്ടനാക്കി. മൂത്തപുത്രനായിട്ടുള്ള ദേവവ്രതനാണ് അടുത്ത കിരീടാവകാശി. അപ്പോൾ സത്യവതിക്ക് ജനിക്കുന്ന പുത്രനെ എങ്ങനെ രാജാവാക്കും? സത്യവതിയായിട്ട് മറക്കാനും സാധിക്കുന്നില്ല. തിരികെ ഹസ്തിനപുരത്തിലെത്തിയ മഹാരാജാവ് ആകെ വിഷണ്ണനായിട്ട് ഇരിക്കുന്നത് കണ്ട് രാജകുമാരൻ ദേവവ്രതൻ അച്ഛനെ സമീപിച്ചുകൊണ്ട് കാര്യം തിരക്കി. തന്റെ ധർമ്മസങ്കടം മകനോട് പറയാനാകാതെ അദ്ദേഹം കുഴങ്ങി. എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവവ്രതൻ മന്ത്രിമുഖ്യനെ കണ്ട് എല്ലാ വിവരങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. സത്യവതിയാണ് അച്ഛന്റെ ദുഃഖത്തിന് കാരണമെന്ന് മന്ത്രിമുഖ്യനിൽ നിന്ന് മനസ്സിലാക്കിയ ദേവവ്രതൻ കുറച്ചു മന്ത്രിമാരെയും കൂട്ടിയിട്ട് അച്ഛനോട് പോലും പറയാതെ മുക്കുവന്റെ ഭവനം സന്ദർശിച്ചു. ശന്തനു മഹാരാജാവിന് സത്യവതിയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ദേവവ്രതനെ വളരെ ഔചിത്യപൂർവ്വം ഉപചാരങ്ങൾ നൽകി സ്വീകരിച്ചിരുത്തിയ മുക്കുവൻ ശന്തനു മഹാരാജാവിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ദേവവ്രതനോടും പറഞ്ഞു. അങ്ങയുടെ പിതാവിന് സത്യവതിയിൽ ജനിക്കുന്ന പുത്രന്മാരും അങ്ങും തമ്മിൽ ശത്രുത ഉടലെടുക്കുമെന്നും രാജ്യാവകാശ തർക്കം ഉണ്ടാകുമെന്നും ക്രമേണ ശത്രുക്കളായി തീരുന്ന അവരെ അങ്ങ് വധിക്കാനിടയുണ്ട് എന്നുള്ളൊരു ആശങ്ക ദേവവ്രതനുമായിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അത് മാത്രമല്ല, അങ്ങയുടെ വിവാഹശേഷം അങ്ങേക്കുണ്ടാകുന്ന കുമാരന്മാരും സത്യവതിയുടെ പുത്രന്മാരുമായിട്ട് രാജ്യാവകാശ തർക്കം ഉടലെടുക്കാൻ ഇടയുണ്ടെന്നും ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമായിട്ട് ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ജനിക്കുന്ന പുത്രനെ അടുത്ത കിരീടാവകാശിയായിട്ട് വാഴിക്കുമെന്നുള്ളൊരു ഉറപ്പ് വ്യവസ്ഥ ചെയ്ത് തന്നാൽ മാത്രമേ സത്യവതിയുമായിട്ടുള്ള വിവാഹം സാധ്യമാകൂ എന്നുള്ള കാര്യം ദേവവ്രതന് മുമ്പിൽ മുക്കുവൻ പങ്കുവച്ചു. പിതൃഭക്തി ജീവിതവ്രതമാക്കിയ ദേവവ്രതൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ എടുക്കുന്നു. താൻ എന്നേക്കുമായിട്ട് തന്റെ രാജ്യാവകാശം ഉപേക്ഷിക്കുന്നുവെന്നും ഒപ്പം ആജീവനാന്തം താൻ അവിവാഹിതനായിട്ട് തുടരുമെന്നും എന്നുള്ളതായിരുന്നു ആ ഒരു പ്രതിജ്ഞ. ദേവഗണങ്ങളും ഋഷിമാരും ഒക്കെ പ്രശംസിച്ച് ഈ ഒരു പ്രതിജ്ഞയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദേവവ്രതൻ ഭീഷ്മർ എന്ന പേരിൽ പ്രശസ്തനായിട്ട് തീരുന്നത്. യഥാർത്ഥത്തിൽ സത്യവതിയുടെ അച്ഛൻ പോലും ഇത്രയും ധീരമായ പ്രതിജ്ഞ ഭീഷ്മർ എടുക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഭീഷ്മർ സത്യവതിയെ തന്റെ തേരിലേറ്റി ഹസ്തിനപുരി രാജധാനിയിൽ തന്റെ പിതാവ് ശന്തനു മഹാരാജാവിന്റെ അടുത്തെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞ ശന്തനു മഹാരാജാവ് സ്തബ്ധനായി. ഇത്രമേൽ ധീരമായ ഒരു തീരുമാനമെടുത്ത നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കുമെന്നും നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിന്റെ മരണം സംഭവിക്കൂ എന്നും പിതാവ് മകനെ അനുഗ്രഹിച്ചു. ഈ സത്യവതി അമ്മയ്ക്ക് മഹാഭാരത ചരിത്രത്തിൽ വളരെ മഹനീയ സ്ഥാനം തന്നെയുണ്ട്. മഹാഭാരതത്തിന്റെ കർത്താവായ മഹർഷി വേദവ്യാസന്റെ മാതാവ് കൂടിയാണ് സത്യവതി. പരാശരമുനിയുടെ അനുഗ്രഹത്താൽ സത്യവതിക്ക് ലഭിച്ച പുത്രനാണ് വേദവ്യാസൻ. ആ ഒരു കാര്യം വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ടിടയുണ്ട്. അതിങ്ങനെയാണ്: യമുനാ നദിയിലെ കടത്തുകാരനായിരുന്നു സത്യവതിയുടെ പിതാവ് എന്ന് പറഞ്ഞല്ലോ. പിതാവിനെ സഹായിക്കാനായി സത്യവതി കടത്തു ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ പരാശര മഹർഷി സത്യവതിയുടെ കടത്തുവള്ളത്തിൽ യാത്രക്കാരനായി എത്തി. തന്നോട് ആദരപൂർവ്വം പെരുമാറിയ സത്യവതിയെ പരാശരന് നന്ദി ഇഷ്ടമായി. അദ്ദേഹം സത്യവതിയോട് എന്തു വരമാണ് നിനക്ക് വേണ്ടതെന്ന് ആരാഞ്ഞു. അക്കാലമത്രയും തൻ്റെ ശരീരത്തു നിന്നും ഉയർന്നിരുന്ന മത്സ്യഗന്ധം നീക്കി സുഗന്ധം നൽകി അനുഗ്രഹിക്കണേ എന്ന് ആണ് സത്യവതി പരാശരനോട് ആവശ്യപ്പെട്ടത്.
മുനിയുടെ അനുഗ്രഹത്താൽ സത്യവതിയിൽ നിന്ന് കസ്തൂരി ഗന്ധം ഉയരാൻ തുടങ്ങി. സത്യവതിക്ക് ഗന്ധവതി എന്ന പേര് ലഭിച്ചത് ഇങ്ങനെയാണ്. പരാശരന്റെ തന്നെ കടാക്ഷത്താൽ സത്യവതിക്ക് തേജസ്വിയായ ആൺകുഞ്ഞ് ജനിക്കുകയും ഈ കുഞ്ഞ് വളർന്ന് യോഗനിഷ്ഠനായ മുനിശ്രേഷ്ഠൻ വേദവ്യാസനായി തീരുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണവർണ്ണമുള്ളവനായതുകൊണ്ടും ദ്വീപിൽ വച്ച് ജന്മമെടുത്തതുകൊണ്ടും വ്യാസന് കൃഷ്ണദ്വൈപായനൻ എന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. അസാധാരണ പാണ്ഡിത്യം നേടിയ കൃഷ്ണദ്വൈപായനൻ വേദങ്ങളെ വിഭജിച്ചു ചിട്ടപ്പെടുത്തിയ മഹാതാപസ്വി. അമ്മയോട് പറഞ്ഞത്, അമ്മ എപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്മരിക്കുന്നുവോ അപ്പോൾ ഞാൻ അമ്മക്കരികിൽ എത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് തൻ്റെ ജന്മോദ്ദേശം പൂർത്തീകരിക്കാനായി അമ്മയുടെ അടുക്കൽ നിന്നും യാത്ര തിരിക്കുന്നത്. സത്യവതി അമ്മയ്ക്ക് മഹാഭാരതത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ഇടമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ഇങ്ങനെ സാബോധം കേട്ടാൽ മാത്രം പോരാട്ടോ. മഹാഭാരതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള അറിവുകൾ അത് കമൻറ്റിലൂടെ കുറിക്കാൻ ആരും തന്നെ മറക്കല്ലേ. ഒപ്പം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മഹാപരാക്രമിയായിട്ടുള്ള ഭീഷ്മരുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.